നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു പോയ വ്യക്തികളുടെ കറൻറ്റ് ഫീലിങ്സും സിറ്റുവേഷൻസുമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളിത് ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ കാണാൻ ആഗ്രഹിക്കുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തിയുടെ പേരുകൾ ഒരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണണം. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് അറിയേണ്ടത് അതെല്ലാം നിങ്ങൾ പ്രപഞ്ച ശക്തിയിലേക്കൊന്ന് സമർപ്പിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷനിൽ എന്താണ് നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എന്താണ് ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു എന്ന രീതിയിൽ, അത് നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെ നിങ്ങൾ അഫർമേഷൻ രൂപത്തിൽ കമൻറ്റിൽ എഴുതാൻ മറക്കരുത്. അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ എന്താണോ അഫർമേഷൻസ് ആയിട്ട് നിരന്തരം എഴുതുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് 100% കണക്റ്റഡ് ആകുന്നതാണ്. പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തെയൊക്കെ ബേസ് ചെയ്ത് ഇപ്പോൾ സംഭവിക്കുന്നതും പാസ്റ്റിൽ സംഭവിച്ചത് എന്താണെന്നും ഫ്യൂച്ചറിൽ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്നും, നിങ്ങളുടെ റിലേഷനിൽ ആരാണ് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്, എന്ത് സിറ്റുവേഷൻസാണ് നിങ്ങൾക്ക് ബ്ലോക്കേജ് വരുത്തുന്നത്, അത് മറികടക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. തീർച്ചയായിട്ടും നിങ്ങൾ പേഴ്സണലായിട്ട് ആവശ്യമുള്ളവർ റീഡിങ്സ് എടുത്ത് കാര്യങ്ങളെ ക്ലാരിറ്റി വരുത്തുക. പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്. നമുക്ക് പറ്റുന്ന കേസിന് മാത്രം ഇറങ്ങിത്തിരിക്കുക കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം അത് ചെയ്യുക. അല്ലാത്തവർ ശരിക്കും ഭയഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് നമ്മൾ ജനറൽ റീഡിങ്സ് കേട്ടാലും നിങ്ങൾക്ക് 100% റെസനേറ്റ് ആവുക തന്നെ ചെയ്യും. ജനറൽ റീഡിങ്സ് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയുള്ളൂ. അത് നിങ്ങളുടെ ആ ഒരു വൈബ് അനുസരിച്ചാണെന്ന് മനസ്സിലാക്കുക. പോസിറ്റീവായിട്ട് തിങ്കിങ് ചെയ്ത് കണക്റ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നിരാശയിൽ നിന്നും ദുഃഖത്തിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ അഫർമേഷൻസ് റൈറ്റ് ഹീലിംഗ് ചെയ്യുക കേട്ടോ. കൂടാതെ തന്നെ അഫർമേഷൻസുകളും എഴുതാൻ ശ്രമിക്കുക. 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് വന്നിരിക്കുന്നത്. 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പൂർണ്ണതയില്ലായ്മ, ഒരു ആത്മസംതൃപ്തി തോന്നാതെ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് തൃപ്തമായിരുന്നില്ല എന്നൊരു എനർജി കാണുന്നുണ്ട്. അങ്ങനെയാണ് അവർ നിങ്ങളിൽ നിന്നും പുറത്ത് കടന്നത്. ഒരു ഇമോഷണൽ ബ്ലോക്കേജ് നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളുടെ റിലേഷനിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. മറ്റെവിടുന്നോ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരികയും ആ ഒരു ബന്ധത്തെ മറ്റൊരു നെഗറ്റീവ് എനർജി കൈകാര്യം ചെയ്യുന്ന, അതായത് മറ്റൊരു നെഗറ്റീവ് എനർജിയുടെ കൺട്രോളിൽ നിങ്ങളുടെ റിലേഷൻ കണക്റ്റഡ് ആവുകയും അതിനകത്ത് സ്നേഹം എന്നത്, ആത്മാർത്ഥത, കമ്മിറ്റ്മെൻറ്റ് എന്ന ആ ഒരു എനർജി, ആ ഒരു സിറ്റുവേഷൻസ് മാറി ഒരു പവർ ലോസിങ്, ഒരു ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷനോ മറ്റു ഭൗതികമാകുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്തുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ ബന്ധം മാറുകയും പിന്നീട് ആ ഒരു റിലേഷൻ തീർച്ചയായിട്ടും അവസാനിപ്പിച്ച് കളഞ്ഞുകൊണ്ട് അസംതൃപ്തിയോടുകൂടി നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷനിൽ നിന്നും ഇറങ്ങിപ്പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മടുപ്പ് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ ഒരു വിരക്തി ഫീൽ ചെയ്തു. അതുമല്ലെങ്കിൽ ഒരു വിശ്വാസക്കേട്, ഒരു ചീറ്റിംഗ് പ്രസൻസ് അവരുടെ ഉള്ളിൽ കണക്റ്റഡായി. നിങ്ങളിൽ നിന്ന് അവർക്കൊരു ചീറ്റിംഗ് നേരിടേണ്ടി വരുമോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സിറ്റുവേഷൻസുകളിൽ നിന്നും അവർ ചതിക്കപ്പെടുമോ, അപമാനിക്കപ്പെടുമോ എന്നുള്ളൊരു ശക്തമാകുന്ന ഭയം അവരെ പിടികൂടിയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എനർജിയിൽ നിന്നും അവർ പുറത്ത് കടന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു തെറ്റിദ്ധാരണ അവരുടെ ഉള്ളിലേക്ക് കടന്നു. ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് മറ്റെവിടെ നിന്നോ ആ ഒരു വ്യക്തിയെയും നിങ്ങളെയും ബേസ് ചെയ്ത് കണക്റ്റഡ് ആയിരുന്നു എന്നാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളുടേതാകുന്ന സാഹചര്യത്തിൽ നിന്ന് വന്നതാവാം, അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളിൽ നിന്നോ കണക്റ്റഡ് ആയതാവാം. നല്ല രീതിയിൽ പോയ ബന്ധം നേരെ ഓപ്പോസിറ്റ് എനർജിയിലേക്ക്, അതായത് ഒരു മോശം ഡെസ്റ്റിനിയിലേക്ക് മാറിപ്പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഒരു റിലേഷനിലേക്ക് നോക്കുമ്പം ഇത് കർമ്മഫലമായിട്ട് വന്നൊരു ബന്ധമാണ് കേട്ടോ. പാസ്റ്റ് ലൈഫിനെ ബേസ് ചെയ്തോ മുൻകാലങ്ങളെ ബേസ് ചെയ്തോ നിങ്ങളുടെ ചില പ്രവർത്തികൾക്ക് ഉള്ള ഒരു ഒരു പ്രതിഫലം എന്ന രീതിയിൽ വന്ന റിലേഷനായിട്ട് നമുക്ക് ഈ ഒരു ബന്ധത്തെ കാണാൻ സാധിക്കുന്നുണ്ട്.
അവർ നിങ്ങളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡായി നല്ലൊരു ആഴത്തിലെ ബന്ധം സ്ഥാപിച്ച സമയത്തും ഇതൊരു അൺഹെൽത്തി സിറ്റുവേഷൻസ് ഉണ്ടായതായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ എല്ലാം മൂല കാരണം ഒരു ബ്ലാക്ക് മാജിക് എനർജി പ്രസൻസ് ആണ് കേട്ടോ. മറ്റെവിടെയും അവർക്കൊരു ഓപ്പർച്യൂണിറ്റീസ് ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. ചില എനർജികളിൽ നോക്കുമ്പം അവർ പാസ്റ്റിലെ ചില ബന്ധങ്ങളിലേക്ക് റീയൂണിയൻ കണക്റ്റ് ചെയ്ത് പോയതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളിലേക്ക് അവർ വന്നപ്പം അവരുടെ ലൈഫിൽ എന്തെങ്കിലും ട്രാജഡിയോ എന്തെങ്കിലും ഒരു നഷ്ടമോ ഒരു എലോൺ എനർജിയിലാണ്ടോ നിന്ന സമയത്താവാം നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആകുന്ന ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്തത്. നിങ്ങളിൽ നിന്നും അവർ പുറത്തു പോയത് ഒരു ബ്ലെസ്സിങ്സിലേക്കാണ്, അവർക്ക് ഏറ്റവും സംതൃപ്തമുള്ള ഒരു ഇടത്തേക്കാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതായത് വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി ആത്മസംതൃപ്തിയോടുകൂടി വിജയം കൈവരിച്ച പോലെ അവർ ആഗ്രഹിച്ച ഒരു കാര്യം നേടിയെടുത്തു, ഒരു ഹാപ്പി എനർജി നേടിയെടുത്തു, ഒരു സംതൃപ്തി, ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് എനർജി അവർക്ക് തിരിച്ച് ലഭിച്ചു എന്ന രീതിയിലാണ് നിങ്ങളിൽ നിന്നും അവർ ചീറ്റിങ്ങിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ശക്തമാകുന്ന ഒരു ചീറ്റിങ്. ഒരു പക്ഷേ ചില എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്കൊക്കെ നോക്കുമ്പോഴും ചെറിയ പ്രണയബന്ധത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു ഇടത്താവളം പോലെ അവർ നിങ്ങളെ ചൂസ് ചെയ്തു എന്ന് പറയാൻ സാധിക്കും കേട്ടോ. ആ ഒരു ടൈമിൽ അവർക്കിടെ ഒരു നിലനിൽപ്പിന് നിങ്ങളെ അവർ മിസ്യൂസ് ചെയ്തു, അത് നല്ല രീതിയിൽ നിങ്ങളെ അവർ ഉപയോഗിച്ചു. അവിടെയാണ് നമുക്കൊരു ദുഃഖം ഫീൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളെ അവർ ശരിക്കും ഉപയോഗിച്ചിട്ട് നിങ്ങളെ ചീറ്റിങ് ചെയ്തു പോയി. വളരെ കൊടിയമാകുന്നു, ഒരിക്കലും നമുക്ക് ഒരു നീതിക്ക് പോലും അവിടെ ഒരു ന്യായം പറയാൻ പറ്റാത്ത വിധമുള്ളൊരു ക്രൂരമാകുന്നൊരു നടപടി അവരെടുത്തതായിട്ട് നമുക്ക് മസ്റ്റായിട്ട് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു രീതിയിലും അവർക്ക് കാലം അനുകൂലമാകില്ല, അല്ലെങ്കിൽ കാലത്തിൽ നിന്നും അവർക്കൊരു നീതി ലഭിക്കില്ല. തീർച്ചയായിട്ടും അവർ കർമ്മ നേരിടും, ശക്തമാകുന്ന ഒരു അവസ്ഥ അവർ അനുഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം അത്രത്തോളം നിങ്ങളോട് ചെയ്തതൊരു ചതിയാണ്. ഒരു പക്ഷേ അവർക്ക് പാസ്റ്റിൽ വേറെ ഏതെങ്കിലും ബന്ധങ്ങളോ കാര്യങ്ങളോ അവർ മനസ്സിൽ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ അവർക്ക് മിസ്യൂസ് ചെയ്യാതിരിക്കാമായിരുന്നു. നിങ്ങളെ അവർ മിസ്യൂസ് ചെയ്ത് നിങ്ങളെ അവർ ഉപയോഗിച്ചിട്ട് പിന്നീട് അവരുടെ അടുത്ത സിറ്റുവേഷൻസിലേക്ക് അവർ പോയത്, അവർ ചെയ്ത കർമ്മ എന്ന് പറയുന്നത് ഒരു ജന്മത്തിൽ തീർക്കാൻ പറ്റുന്ന പാവമല്ല അവർ നിങ്ങളോട് ചെയ്തതെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു റീയൂണിയൻ പ്രസൻസിലേക്കാണ് കേട്ടോ നിങ്ങളിൽ നിന്നും അവർ പോയത്. അപ്പോൾ അവരുടെ മനസ്സിൽ മറ്റെന്തോ ഒന്നിനെ വെച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് അവരുടെ ആ ഒരു സമയത്ത് ഒരു ആശ്വാസം കണ്ടെത്തൽ, ഒരു സമാധാനമായിട്ട് അവർക്കൊന്ന് ഇരിക്കാൻ വേണ്ടി അവർ ചൂസ് ചെയ്ത ഒരു ഇടമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്തൊരു ബ്ലാക്ക് മാജിക് പ്രസൻസും കണക്റ്റഡ് ആണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ ഒരു കർമ്മഫലവുമായിട്ട് നമുക്കിതിൽ കാണുന്നുണ്ട് കേട്ടോ. കർമ്മഫലമായിട്ട് വന്ന ബന്ധം കൂടിയാണ് കേട്ടോ. എന്താണെങ്കിലും അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസും ഫീലിങ്സും നോക്കുമ്പം വളരെ ശക്തമാകുന്ന നിരാശയാണ്, ആത്മസംതൃപ്തി ഇല്ലായ്മയാണ്. അവർ തൊടുന്നതെല്ലാം അവർക്ക് പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ ശക്തമാകുന്ന വിയോഗവും കൂടി സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് പ്രിയപ്പെട്ട ആരുടെ ഒരു നഷ്ടവും കൂടി അവരിപ്പം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് കിട്ടാത്ത വിധമുള്ള ഒരു വിയോഗത്തിൻ്റെ എനർജിയിലൂടെ അവരിപ്പം കണക്റ്റ് ചെയ്ത് നിൽക്കുകയായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ ചിലരെ സംബന്ധിച്ച് ഒരു മാരേജ് എനർജീനെയൊക്കെ ബേസ് ചെയ്തുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് പോയവർ, മറ്റാരെങ്കിലും വിവാഹം കഴിച്ച് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു പോയ വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ശക്തമാകുന്ന തിരിച്ചടി ലഭിച്ചു. വലിയൊരു നഷ്ടത്തിൽ, ഒരു നിസ്സഹായതയിൽ നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ആശ്രയം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ജീവനുള്ള ഒന്നും തന്നെ ഇല്ല അവർക്ക് ആശ്രയം എന്ന് പറയാനായിട്ട്. ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പ്ലസ് കുറ്റബോധവും നേരിടുന്നുണ്ട്. അതായത് അവരുടെ മനസ്സാക്ഷിയാവാം, അല്ലെങ്കിൽ അവരുടെ അവർ ദുസ്വപ്നങ്ങൾ കാണുന്ന ഒരു സിറ്റുവേഷൻസ്, അവർ ചെയ്ത പാവത്തിൻ്റെ കർമ്മ അവർ ദുസ്വപ്നങ്ങളിലൂടെ കണ്ടുണരേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. അവരുടെ ആകെയുള്ള ഒരു നിലനിൽപ്പ് അവരുടെ ഈഗോയാണ്, മസൽ പവറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒന്നിനെയും പേടിക്കില്ല, ഒന്നിലും ഞാൻ തോറ്റു കൊടുക്കില്ല, ഒരിടത്തും ഞാൻ പരാജയപ്പെടില്ല എന്നുള്ള ആ ഒരു
തോട്ട്സ് മാത്രമാണ് അവരെ സംബന്ധിച്ച് അവർക്കൊരു വിൽ പവർ എനർജി ആയിട്ട് പറയാൻ സാധിക്കുന്നത്. ഈഗോ എനർജി ഉള്ളതുകൊണ്ട് മാത്രം ആ ഒരു പേഴ്സൺ വീണ് കിടക്കുന്നത് ആരും കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അവരുടെ എല്ലാ സിറ്റുവേഷൻസുകളിലും തകർച്ചയുടേതും നഷ്ടങ്ങളുടേതും നിരാശയുടേതും ഒറ്റപ്പെടലിൻ്റേതുമായ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളിൽ നിന്നും പോയി വിവാഹം എനർജിയിലേക്ക് ചെന്ന വ്യക്തികളെ സംബന്ധിച്ച് വലിയൊരു പരാജയം അവർ സ്വീകരിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഒരിക്കലും അവർക്ക് ചേരുന്ന അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് സംതൃപ്തിയോടുകൂടി ഒരടി പോലും മുന്നോട്ടേക്ക് വെക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ എനർജീനെ അല്ല അവർക്ക് ലഭിച്ചിരിക്കുന്നത്. വിവാഹമാണ്, കുടുംബജീവിതമാണ്, മുന്നോട്ടേക്ക് പല കാര്യങ്ങളും അഡ്ജസ്റ്റബിളായിട്ട് പോകേണ്ടതാണ് എന്നുള്ള ഒരു ചിന്തകളുമില്ലാതെ യാതൊരുവിധ റെസ്പെക്റ്റോ കമ്മിറ്റ്മെൻറ്റോ ഇല്ലാത്തൊരു വ്യക്തിയോട് ഒരുമിച്ച് മാര്യേജ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ ഇപ്പം മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ശക്തമാകുന്ന ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ തോളോട് തോള് ചേർന്ന് നിന്നൊരു വ്യക്തിയുടെ വിയോഗവും അവർ ചിലരെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഈഗോയും മറ്റുമെല്ലാം ഇടിഞ്ഞ് അവരും വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട്. ഇതിനകത്ത് വിവാഹമൊക്കെ കഴിഞ്ഞ വ്യക്തികളുടെ ഫാമിലി എനർജിയിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പം ഇതിനകത്ത് ഒരു പക്ഷേ ഈ ഒരു വാശി തന്നെയാണ് നിങ്ങളുടെ റിലേഷനിൽ ഓരോ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്തത്. വിട്ടുകൊടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ഒരു വ്യക്തിയെങ്കിലും നിന്നിരുന്നെങ്കിൽ ഞാനാണ് രാജാവ് എന്നുള്ളൊരു ഭാവത്തിൽ നിന്ന് ഒന്ന് മാറി ജസ്റ്റ് ഒരു ക്ഷമയുടെ അല്ലെങ്കിൽ ഒരു സൈലൻറ്റ് എനർജിയിലെങ്കിലും നിന്നിരുന്നെങ്കിൽ വളരെ നല്ല രീതിയിൽ കടന്നു പോകാമായിരുന്നു എന്ന ഒരു ചിന്ത ഈ മാര്യേജ് കഴിഞ്ഞ വ്യക്തികളുടെ എനർജിയിൽ അല്ലെങ്കിൽ ഏകദേശം ഒരു മെച്യൂരിറ്റി ഉള്ള വ്യക്തികളുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ വലുതെന്നുള്ള ഒരു ഭാവത്തിൻ്റെ പുറത്തുണ്ടായ കുറേ പ്രശ്നങ്ങളും നിങ്ങളുടെ റിലേഷനിൽ അവർ ചിന്തിച്ചെടുക്കുന്നുണ്ട്. എന്താണെങ്കിലും കറൻറ്റ് സിറ്റുവേഷൻസിൽ ഒരുപാട് സ്ട്രെസ് എനർജിയിലാണ് നിൽക്കുന്നത്. ഒരു പോസിറ്റിവിറ്റി ആയിട്ട് ഒന്നും തന്നെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ അവരുടെ കൂടെ നിൽക്കുന്നവർ, അത് ഫാമിലി എനർജി ആവാം, പേരൻസും മറ്റ് ബ്ലഡ് റിലേഷൻ എനർജിയിൽ പെട്ടവരുമാവാം, ആരും ഇവരുടെ അവസ്ഥ കാണുന്നില്ല എന്ന രീതിയിൽ അവരൊക്കെ കണ്ണടച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. ശരിക്കും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. പ്ലസ് ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങളും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഒന്നിലധികം പ്രശ്നങ്ങളെയും അവർ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ചിന്തിക്കേണ്ടി വരുന്നു. അവർക്ക് പ്രവർത്തിക്കാനൊന്നും സാധിക്കുന്നില്ല. വെറുതെ ചിന്തിച്ച് സമയം കളയുന്ന ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർ എനർജിയെ ബേസ് ചെയ്ത് അവർക്കൊരു പാർട്ട്ണറിൻ്റെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം അവർക്കൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം. സിംഗിൾ എനർജിയിലൊക്കെ ഏജ് ഒരു 40 എബോവ് ഒക്കെ കഴിഞ്ഞ വ്യക്തികളെ സംബന്ധിച്ച് സിംഗിൾ എനർജിയിലൊക്കെ നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറിനെ നോക്കുമ്പം ഒരു മാര്യേജ് ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു പാർട്ട്ണർ ജീവിതത്തിൽ വേണമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ്സോട് കൂടി വന്ന പലതും അവരുടെ കയ്യിൽ നിന്നും വിട്ടുപോയതിനെക്കുറിച്ച് ഓർത്ത് അവർ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട്. ശരിക്കും ഒരു വല്ലാത്തൊരു സ്ട്രെസ് എനർജി, ഒരു ഒറ്റപ്പെടലിൻ്റെ ബേസിൽ അവർ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് ആരൊക്കെ ഉണ്ടായാലും നമുക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അതിനോളം ആഴം വരില്ല ഒരു സൗഹൃദ ബന്ധത്തിനും ഒരു റിലേഷൻഷിപ്പുകളിലും. കാരണം എപ്പോഴും 24 അവേഴ്സ് നമ്മളോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നതാണ് നമ്മളുടെ പാർട്ട്ണർ എനർജി എന്ന് പറയുന്നത്. നമ്മുടെ പാർട്ട്ണറിനെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഒരു വാല്യൂ കൽപ്പിക്കാതെ കുറവുകൾ മാത്രം കണ്ടെത്തുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. പക്ഷേ ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ 24 അവേഴ്സ് നമ്മൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. മറ്റെല്ലാ സൗഹൃദമായിക്കോട്ടെ, മറ്റേത് ആഴമുള്ള ബന്ധങ്ങളായിക്കോട്ടെ, അതൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ഒന്നും മാറി നിൽക്കുന്നതാണ്. പക്ഷേ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകും. അത് നല്ലൊരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ലൈഫ് ലോങ് നമുക്ക് കണക്റ്റഡ് ആയിട്ട് 24 അവേഴ്സും നമ്മളോടൊപ്പം എനർജി കണക്റ്റ് ചെയ്ത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹം, അങ്ങനെ ഒരു പ്രസൻസ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് ചിലരെ സംബന്ധിച്ച് ലോങ് ഡിസ്റ്റൻസ് ഉള്ളവർ, ഒരു ട്രാവലിംഗ് വിദേശത്തൊക്കെ നിൽക്കുന്ന വ്യക്തികളെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. കാണാൻ ആഗ്രഹിക്കുന്നു, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. വല്ലാതെ അവരുടെ മനസ്സിനകത്ത് അതും ഒരു പ്രോബ്ലംസ് ആയിട്ട് തന്നെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നോക്കുമ്പം ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളിലും കരിയർ പാതയിലും മറ്റുമെല്ലാം അവർക്ക് വെല്ലുവിളി നേരിടേണ്ടി വരുന്നു. കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു. അവരോട് കോമ്പറ്റീഷൻ ചെയ്യാൻ, മത്സരിക്കാനും അതുപോലെ അവരോട്
നിസ്സാര കാര്യങ്ങൾക്ക് ഫൈറ്റിംഗ് ചെയ്യാനും ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് വരുന്നു. ഇതെല്ലാം ഇവരെ സംബന്ധിച്ച് ഇവരെ വല്ലാതെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. കൂട്ടത്തിൽ ഇവരുമായിട്ട് ചേരേണ്ട വ്യക്തികൾ ആരും ഇവരെ കണക്ട് ചെയ്യാതെ ഇവരെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്നതുമെല്ലാം ഇവർ വല്ലാതെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിലേക്ക്. അതൊക്കെ അവർ ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പ്ലസ് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എനർജി, നിങ്ങളും അവരും തമ്മിലുള്ളൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടായിരുന്നതായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ക്യാരക്ടറും അവരുടെ ക്യാരക്ടറും തമ്മിലൊരു ടിൻ ഫ്ലെയിം ജേണിയുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവരെത്രത്തോളം ഉയർന്ന് ചിന്തിക്കുന്നുണ്ടോ അത്രത്തോളം ഉയർന്ന് ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു നിങ്ങളെന്നൊക്കെ അവർ മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു പക്ഷേ രണ്ടുപേരും ഒരേ എനർജിയിൽ, മസ്കുലൻ എനർജി എന്ന് പറഞ്ഞാൽ മസ്കുലൻ എനർജിയിൽ തന്നെ ഉള്ളവരാണെങ്കിൽ ആ ഒരു എനർജി വൈബിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ വീഴ്ച വന്നതെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. അതായത് രണ്ടുപേരും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും രണ്ടുപേരുടെ മനസ്സ് കൊണ്ട് ശാരീരികമായിട്ടും എല്ലാം കണക്റ്റഡ് ആകുമ്പോഴും രണ്ടുപേരും ഒരേ എനർജിയിൽ നിന്നു. അതായത് ഒരു മസ്കുലൻ എനർജി പവറായിരുന്നു നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും. ആ ഒരു എനർജിയിൽ നിന്നത് തന്നെയാണ് ഈ ഒരു ബന്ധത്തിന് വീഴ്ച വന്നത്. അതായത് ഒരാളൊരു താണ മൈൻഡിലും ഒരാൾ ഇച്ചിരി ഒരു ഉയർന്ന എനർജിയിൽ നിന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഒരാളെങ്കിലും ഒന്ന് വിട്ടുവീഴ്ചയ്ക്ക് ഫൈറ്റിംഗ് ചെയ്യുമ്പം ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്യും. സ്നേഹമാണെങ്കിൽ അതുപോലെ സ്നേഹം. അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നതിലും ഇത് പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും ശക്തമായ വീഴ്ചയ്ക്ക് കാരണവും നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ശക്തമാകുന്ന ഫൈറ്റിങ്ങും ഓവർ തിങ്കിങ്ങും തന്നെയായിരുന്നു. കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസും ഇല്ലായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിലേക്ക് നോക്കുമ്പോൾ പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നു. സംസാരത്തിൽ ഒരു ഒരു മിതത്വം ഉണ്ടായിരുന്നില്ലായിരിക്കാം. ഒരു ഫൈറ്റിംഗ് മൈൻഡോട് കൂടിയ സംസാര രീതി ആയിരുന്നു കാണാം. അതും ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു വിൽ പവർ എനർജിയിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാലും അവർക്ക് ഒരിക്കലും ഒരു സംതൃപ്തിയില്ല. അവരെവിടെ ചെന്നാലും അവർക്ക് ചതി പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. ചേർന്ന് നിൽക്കേണ്ടത് ആരോടൊപ്പമാണെന്നുള്ളൊരു കൺഫ്യൂഷൻ അവരിലുണ്ട്. അവരെന്താണെങ്കിലും ഇപ്പം കറൻറ്റിൽ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ മുന്നോട്ടേക്ക് പോവുകയാണ്. അവരുടേതാകുന്ന ജീവിതത്തിലേക്ക് അവർ ഫോക്കസ് ചെയ്ത് പോകുകയാണ്. കൺട്രോളിങ് വിൽ പവർ എനർജിയിലൂടെ അവർ കണക്ട് ചെയ്ത് നിൽപ്പുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്കൊരു ഡാർക്ക് എനർജിയാണ്, ഒരു ഒരു കൺഫ്യൂഷനാണ്, ഒരു സമാധാനമില്ല എന്ന് പറയേണ്ടി വരും. ത്രീ ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ശക്തമാകുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു ചതിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ അൺഹെൽത്തി സിറ്റുവേഷൻസിന് കാരണമായിട്ടുണ്ട്. എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് അവർ ഇമോഷണലി ഡൗൺ ആണ് കേട്ടോ. ഒരു വല്ലാത്ത പെയിൻ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അവർക്ക് നഷ്ടപ്പെട്ട സമയത്തെയും നഷ്ടപ്പെട്ട നിമിഷങ്ങളെയും അവരുടെ ചിന്തകളിൽ മറ്റുള്ളവർ നിറച്ചു കൊടുത്ത ചില കാര്യങ്ങളെല്ലാം അവർക്ക് വല്ലാതെ ഇപ്പം ഒരു ട്രാജഡി പോലെ നിൽക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങളുടെ ചിന്തകളിൽ അവർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതായത് അവരുടെ സിറ്റുവേഷൻസ് അത്ര ക്ലിയർ അല്ല. അവർക്കൊരിക്കലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അവരുടെ ആഗ്രഹങ്ങളിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ ടൈമും അവരുടെ ഫാമിലിയുമായിട്ട് പേരൻസിൻ്റെ മറ്റ് എനർജിയുമായിട്ട് അവർ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറ്റബോധമുണ്ട്. കാരണം അവർക്കറിയാം ഇപ്പം കാലം അനുകൂലമായപ്പോൾ അല്ലെങ്കിൽ കാലം മാറി ചേഞ്ചിങ് ആയപ്പം, സമയത്തിൻ്റെ ഒരു ചേഞ്ചിങ് വന്ന സമയത്ത് ശരിയും തെറ്റും അവർ തിരിച്ചറിയുന്നുണ്ട്. ഒരു പക്ഷേ അവർ ഓർക്കുന്നുണ്ട് അവരിൽ നിന്നും തെറ്റുകൾ പറ്റി നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് ഒരു പക്ഷേ ആഴത്തിൽ വരേണ്ടായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ടാവും. കർമ്മയെ ഭയപ്പെടുന്ന സമയത്ത് ചിലതൊക്കെ ലൈഫിൽ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ അവർ ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ കൊടുക്കേണ്ട ഉത്തരവാദിത്തമല്ലായിരുന്നു ചെയ്തതെന്നും എല്ലാം അവർ ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ദ വേൾഡ് ഗാർഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ ഈഗോ എന്ന് പറയുന്ന ഒരു എനർജിയിൽ ഒരു ബ്ലോക്ക് വരുന്നുണ്ട്. ആ ഒരു എനർജിയിൽ നിന്ന് അവർ പുറത്ത് കടക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ എങ്കിലും അവരൊരു വല്ലാത്ത ഒരു ട്രാപ്പിഡ് എനർജിയിലാണ്. ഉറച്ച തീരുമാനങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. അവരുടെ മനസ്സ്, ഇമോഷൻസ് പറയുമ്പം
മൈൻഡ് അവരെ ബ്ലോക്ക് ചെയ്യും. മൈൻഡിൽ അവർക്ക് എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി തോന്നുമ്പം, ചിന്തകളിൽ ഒരു നല്ലത് വരുമ്പം ഇമോഷണലി അവരെ ബ്ലോക്കാക്കും. ആ ഒരു അവസ്ഥയിലാണ്, ഒരു ക്ലാരിറ്റി ഇല്ലായ്മയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഹെൽത്ത് പരമായിട്ടൊക്കെ ഒരുപാട് പ്രോബ്ലംസുകളാണ് അവർ നേരിടുന്നത്. അതുപോലെ തന്നെ വെൽത്ത് എനർജിയിലും അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആരിൽ നിന്നൊക്കെയോ അവർ ഫൈറ്റിംഗ് എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട്. അവർക്ക് ചുമക്കാൻ വയ്യാത്ത ചില ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുകയും അവിടെ അവരോട് മത്സരിക്കുന്നവരോടൊപ്പം നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയും അവരുടെ വളരെയധികം ഡൗൺ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും അവർ ആഗ്രഹിക്കുന്ന ഒരു ജഡ്ജ്മെൻറ്റിംഗ് ആണ്, ഒരു നീതി ലഭിക്കണം, അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ ക്ഷമിക്കപ്പെടണം എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് അവർ നിൽക്കുന്നത്. അവർക്കൊരു സക്സസ് വേണം, ഇനിയെങ്കിലും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം, ഒരു സമാധാനപരമാകുന്നൊരു അന്തരീക്ഷം, ഒരു ഹാപ്പി എനർജി വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റിംഗ് എനർജിയാണ് അവർ കാണുന്നത്. ന്യായത്തോടു കൂടി കണക്റ്റ് ചെയ്യുക, ന്യായം, അവർക്ക് നീതി വേണം, അല്ലെങ്കിൽ അവരുടെ കർമ്മ എൻഡിങ് ആവണം, അവരനുഭവിക്കുന്ന കർമ്മയിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാൻ പറ്റണം എന്നൊരു ചിന്ത അവരെ വല്ലാതെ അലട്ടുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പിന്നെ അവർ ചിന്തിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പ്രതിജ്ഞാബദ്ധതയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി തന്നെ മുന്നോട്ടേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരിലുണ്ടായിരുന്ന ചില നെഗറ്റിവിറ്റികൾ, അല്ലെങ്കിൽ അവരിലുണ്ടായിരുന്ന ചെറിയ ഈഗോ എനർജികൾ, അതെല്ലാം അവരൊന്നും മാറ്റി അവരാഗ്രഹിക്കുന്നത് അവർക്കൊരു കോൺഫിഡൻസോടുകൂടി, ഒരു പ്രതിജ്ഞാബദ്ധതയോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. 4 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നമുക്കിവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു എനർജി എന്ന് പറഞ്ഞാൽ നിരാശയാണ്. ഒന്നിലും അവർക്ക് ആത്മസംതൃപ്തി ഇല്ലായ്മയാണ്, ഒരു സന്തോഷമില്ല. ഇമോഷണലി അവർ ഡൗൺ ആണ്. ഇമോഷണൽ ബാലൻസ് അവർക്ക് കിട്ടുന്നില്ല. കൂടാതെ തന്നെ ഇമോഷണലി അവർക്ക് ഒരു നെഗറ്റീവ് എനർജിയിലാണ് അവർ നിൽക്കുന്നത്, വീഴ്ചയിലാണ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ജസ്റ്റിസിൻ്റെ എനർജിയിലാണ്, ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻറ്റിങ് എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് നീതിന്യായം വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രവർത്തികളുടെ ഫലമുള്ള കർമ്മ അവർക്ക് നേരിട്ടേ പറ്റൂ. അപ്പോൾ ഒരു നീതിന്യായം എനർജി അവരിൽ വേണം എന്നുള്ളൊരാഗ്രഹം അവരിൽ വളരെ ശക്തമായിട്ടുണ്ട്. പക്ഷേ കർമ്മഫലം അവരത് അനുഭവിക്കണം എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും അവരെ സംബന്ധിച്ച് അവർക്കൊരു ഉറച്ച തീരുമാനം ചില കാര്യങ്ങളിൽ എടുക്കാൻ പറ്റുന്നില്ല. ഓപ്പർച്യൂണിറ്റീസുകൾ ഇപ്പോഴും അവരിലേക്ക് ചെല്ലുന്നുണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസുകളെ ബേസ് ചെയ്ത് അവർക്ക് ഇപ്പോഴും കറക്റ്റ് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അബദ്ധങ്ങളുടെ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യവും അവരിലുണ്ട്. ഭയവും അല്ലാതെ അവരെ പിടികൂടുന്നതായിട്ടാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ അവരെ സംബന്ധിച്ച് ശക്തമാകുന്നൊരു പ്രാർത്ഥന അവരിൽ കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. അതുമാത്രമേ അവർക്ക് ഇപ്പോഴത്തെ ഒരു പിടിച്ച് നിൽപ്പിന് കാരണമാകുന്നതായിട്ട് കാണുന്നത്.